പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും കർത്താവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡയാന സേവ്യർ. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ജോലിയുടെ കാര്യം മോൻ പറയും. ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് മറൈൻ എഞ്ചിനീയറിംഗൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡിലോട്ട് പോയി. അവിടെ എക്സാം പാസ്സായി ഇൻ്റർവ്യൂ അലോട്ടാവുകയും ചെയ്തു. ഇൻ്റർവ്യൂ അലോട്ടായതിനു ശേഷം ഞാനൊരു ധ്യാനത്തിന് ബുക്ക് ചെയ്യുകയും ആ സെയിം ഡേറ്റാണ് എനിക്ക് ഇൻ്റർവ്യൂ വരുകയും ചെയ്തത്. അതിനാൽ എനിക്ക് ഇൻ്റർവ്യൂ മിസ്സായി. അതിനുശേഷം ഒരു 1.5 വർഷം ഞാൻ ഇരിക്കുകയും എന്തോ ആത്മീയമായി മിസ്സായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഉടമ്പടി വന്ന് ഞാൻ പുതുക്കി. ഒട്ടും വൈകാതെ തന്നെ എനിക്ക് റിജക്റ്റായ കമ്പനിയിൽ നിന്ന് എന്നെ വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ പോയപ്പോൾ എന്നോട് പെരുമാറിയ പോലെ ആയിരുന്നില്ല അവിടെയുള്ള സ്റ്റാഫുകളും ഓഫീഷ്യൽസും എന്നോട് പെരുമാറിയത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. കയറുന്നതിന് മുൻപായി തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും വിശ്വാസ പ്രമാണം തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇനിയും മാതാവിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ മകൾ CMA പാസ്സായതും എൻ്റെ മകളുടെ വിവാഹം നടന്നതും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഉടമ്പടി എടുത്ത ഒരു മകനെ തന്നെ എനിക്ക് വേണം, ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ഒരു മകനെ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടന്നു. വിചാരിക്കാതെ ഒരാഴ്ച കൊണ്ടാണ് അത് നടന്നത്. എല്ലാം ഭംഗിയായിട്ട് മാതാവ് ചെയ്തു തന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വളരുവാൻ സാധിച്ചു. ഇനിയും തുടർന്നും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ അമ്മയിൽ വിശ്വസിച്ച് ഞങ്ങൾ ജീവിക്കും. ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുണ്ടാക്കി വഴിയരിയിലുള്ളവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പത്രം വാങ്ങിച്ച് റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. കഴിയുന്നവരോടും മാതാവ് ചെയ്ത അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് ഞങ്ങളിലും ഇവിടെ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാനയിൽ എല്ലാ ദിവസവും ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചത് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷമാണ്. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരം, കൊന്ത, ബൈബിൾ വായന എല്ലാം മുടങ്ങാണ്ട് ചെയ്യാറുണ്ട്. എല്ലാം തന്ന മാതാവിനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. മുന്നോട്ട് ഉള്ള ജീവിതം ഞങ്ങളെ മാതാവിൻ്റെ കൈപിടിച്ച് നടത്താനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ ദൈവം രക്ഷിക്കും. ഇവിടെ ഈശോയുടെയും അമ്മയുടെയും വലിയ ഒരു ഇടപെടലും വലിയ ഒരു കൃപയുമാണെന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാലെ ഈ ജോലി മെർച്ചൻ്റ് നേവിയിൽ 5th എഞ്ചിനീയർ ജോലിയാണ് കിട്ടിയത്. അത് എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. ഈ മകൻ പറയുന്ന സാക്ഷ്യത്തിൽ അവിടെയും സ്പിരിച്വൽ ലൈഫ് സെലക്ട് ചെയ്യുകയാണ്. കാരണം ധ്യാനം വരികയും ഇൻ്റർവ്യൂ ഡേറ്റും ഒരേ ദിവസമാവുകയും, പക്ഷേ ഈ മകൻ ധ്യാനത്തിന് പോകാനായിട്ട് തയ്യാറാവുകയും പിന്നീട് റിജക്റ്റ് സമയത്ത് സങ്കടപ്പെടുകയും, പക്ഷെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഈശോ തിരിച്ചു നൽകുകയാണ് ചെയ്തത്. ഈശോയുടെ മമ്മയുടെയും കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സെലക്ഷൻ, നമ്മുടെ ചോയ്സാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ആ സെലക്ഷൻ, എന്ത് സെലക്ട് ചെയ്യണം, ഞാൻ ഇൻ്റർവ്യൂവിന് പോകണോ അതോ ധ്യാനത്തിന് പോകണോ. ഇൻ്റർവ്യൂവിന് പോകാതെ ധ്യാനത്തിന് പോയപ്പോൾ 2 കമ്പനിയിൽ മിസ്സായി. അവിടെയും ഈശോയും അമ്മയും കൂടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു സങ്കടപ്പെട്ട നിമിഷം വന്നെങ്കിലും ആ മകനെ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുന്നതിനാൽ, സങ്കീർത്തനം പറഞ്ഞതുപോലെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. റിജക്റ്റായ കമ്പനിയിൽ തിരിച്ചു വിളിക്കണമെങ്കിൽ ഈശോയുടെ അമ്മയുടെ മുട്ടി നിന്നതിനാലും ഈശോയുടെ ഒരു രക്ഷയാണ് അവിടെ ഈ മകന് അനുഭവിക്കാൻ സാധിച്ചത്. ദൈവം അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ് ഈ മകനെ ജിത്തിനെ
ഈശോയും അമ്മയും കൂടെ സംരക്ഷിക്കുകയായിരുന്നു. റിജക്റ്റായ ഒരു കമ്പനിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് ജോലി കിട്ടി ഒരു നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഈശോയുടെ അമ്മയുടെ ഒട്ടു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ നമ്മൾ സ്പർശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നിരാശകളിൽ, ഭയങ്ങളിൽ വിശ്വാസവും, സംശയങ്ങളിൽ ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുകയും, അപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം എന്നെ രക്ഷിക്കും, എന്നെ ഉയർത്തും, എന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം പോലെ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എന്ന് പറയുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിലും ഫലമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയാന സേവ്യറിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.